അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, മരണം പെട്ടെന്ന് വന്നേക്കാം. അതുകൊണ്ട് നാം മരണത്തിനു വേണ്ടി എത്രയും പെട്ടെന്ന് തയ്യാറെടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, സൂറത്തു അൽ ജുമുഅയിൽ കാണാം, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടിയകലുന്നത്, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. മറ്റൊരു അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്. നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടും. സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദ. ഒരാൾക്കും പറയാൻ കഴിയില്ല നാളെ എന്ത് പ്രവർത്തിക്കുമെന്ന്. വമാ തദ്രി നഫ്സും ബി അയ്യി അർദിൻ തമൂത്ത്. ഏത് മണ്ണിൽ വെച്ച് മരിച്ചു പോകുമെന്നും ഒരാൾക്കും പറയാൻ കഴിയില്ല. ഏത് നിമിഷവും മരണം സംഭവിച്ചേക്കാം. മരണം അത് വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അഥവാ അതിൻ്റെ റേഷ്യോ വർദ്ധിച്ചിരിക്കുന്നു. ഏത് നിമിഷവും മരണം നമ്മെ പിടികൂടിയേക്കാം. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് മരണാനന്തര ജീവിതത്തിലേക്ക് വേണ്ടി തയ്യാറെടുക്കണം. ഏറ്റവും ബുദ്ധിമാനായ മുസ്ലിം ആരാണ് എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, അക്സറുഹും ലിൽ മൗതി ദിക്റ. മരണത്തെ ധാരാളമായി ഓർക്കുന്നവനും വ അഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ. മരണാനന്തര ജീവിതത്തിലേക്ക് വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങുന്നവനുമാണ് ബുദ്ധിമാനായ മുസ്ലിം. അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഞാനിപ്പോൾ മരിച്ചു പോയാൽ ഞാൻ മരണാനന്തര ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ, സൽക്കർമ്മങ്ങളുണ്ടോ, ഖബറിലുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ തയ്യാറാണോ, എന്താണ് എൻ്റെ അവസ്ഥ. ഈ ആത്മപരിശോധന നിരന്തരം നിർവഹിക്കുകയും ഏത് നിമിഷവും മരണം വന്നാൽ പോലും മുസ്ലിമായി മരിക്കാൻ, ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി മരിച്ചു പോകുവാൻ നമുക്ക് സാധിക്കും എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.